ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഈ ആളുകളെ ഇങ്ങനെ പരിശോധിക്കാനൊക്കെ അവസരമുണ്ടോ, അവകാശമുണ്ടോ? ഈ ഹൈദരാബാദിലെ മാധവി ലത എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി വോട്ടർമാരുടെ മുഖാവരണം ബുർഖ മാറ്റിയൊക്കെ നോക്കുന്നു. ഇതെന്തൊരു മര്യാദ കേടാ? അല്ല ഈ ബുർഖ അവർ മാറ്റുന്നില്ല. അവർ ID കാർഡ് നോക്കി എന്തോ ചോദിക്കുന്നു. ഈ സ്ത്രീയാണ് മാറ്റി കാണിക്കുന്നത്. മാധവിലത അവരുടെ ബുർഖ ഒന്നും പിടിച്ച് മാറ്റി ഇല്ല, എന്നാലും ഡിമാൻഡ് ചെയ്യുവാണല്ലോ, കാണിക്കട്ടെ, നിങ്ങളാണോ നോക്കട്ടെ. എന്താണ് അവർ തമ്മിൽ സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. അതാ വിഷ്വലിൽ കേൾക്കുന്നില്ല. എന്തോ പറയുന്നുണ്ട്. ഇവരപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലൂടെ അവരെ കാണിക്കുന്നുണ്ട്. ഇവരുടെ മുഖം നമുക്കും വ്യക്തമൊന്നുമല്ല വോട്ടറുടെ. ഇതിന് പ്രത്യേകിച്ച് ചട്ടമോ നിയമമോ ഒന്നുമില്ല. ഒരാൾ ആരാ മനസ്സിലായില്ലെന്ന്, ഞാൻ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഇവർ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബഹളം വയ്ക്കാൻ പറ്റും. ഇനി ഈ മാധവിലത ചോദിക്കുന്നു, നിങ്ങളാണോ ഫാത്തിമ എന്ന്? അതേമാതിരി ഞാനാണ് ഫാത്തിമ. ദേ പിന്നെ ഈ മുസ്ലിം സ്ത്രീകളുടെ ബുർഖ മുഖം മറച്ചിട്ടിരിക്കുന്ന അതാരും മാറ്റി നോക്കരുതെന്നൊക്കെ പറഞ്ഞാൽ ഇതെന്തോ തുണിയൊഴിച്ച പോലെയാണല്ലോ പബ്ലിക്കായിട്ട്. അശ്ലീലമൊന്നും അല്ലല്ലോ നിങ്ങളുടെ മുഖം. നിങ്ങളെന്താ ഇത്ര പേടിക്കുന്നത്? നിങ്ങളെന്താ ഈ മുഖം മറച്ച് നടക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം ഇവിടെ കേരളത്തിൽ കാണുന്നില്ലേ ഈ മുഖം മറയ്ക്കുന്നത്? ഇവിടെ വിശ്വാസികളല്ലേ, കുറച്ച് പേരുണ്ടാവാം. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് കഴിയുന്നത്? മറ്റേ സാധനമുണ്ട്, മുഖം മറയ്ക്കാറില്ലല്ലോ. ഈ ഹൈദരാബാദിലെ മുസ്ലിങ്ങൾക്ക് മുഖം മറയ്ക്കണം. എല്ലാ മുസ്ലിങ്ങളും മുഖം മറച്ചാണ് നോക്കുന്നത്. നിങ്ങളുടെ വിശ്വാസമാണെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ടാവണമല്ലോ. ബാക്കിയുള്ളവരൊക്കെ എന്താ കുറഞ്ഞ മുസ്ലിമാണ്? നിങ്ങൾ ഈ വേണ്ടാത്ത നാടകങ്ങളിൽ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ വേഷം കെട്ടി ഇതിൽ നടക്കാൻ മേലാതെയാകും. നാട്ടുകാരെ പേടിപ്പിക്കരുത്. എനിക്ക് നേരത്തെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്, ഒരാളെ തിരിച്ചറിയുന്നത് എങ്ങനെ? ഈ വേഷത്തിൽ കറുപ്പ് മൂടി ഒരു സ്ത്രീ നടന്നു പോകുന്നു. ഇത് ഫാത്തിമയാണോ, അനീസിയാണോ, ഉമ്മുക്കയാണോ? ആരെ എങ്ങനെ തിരിച്ചറിയുക? നമ്മളൊരാളെ അന്വേഷിക്കുന്നു, അയാൾ ദൂരെ കൂടെ നടന്നു പോകുമ്പോൾ അതെ നിൽക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഇയാളെ സൈഡിൽ കൂടെയോ പുറകിൽ കൂടെയോ ഒക്കെ തിരിച്ചറിഞ്ഞിട്ടില്ലേ? ഇതൊന്നും തിരിച്ചറിയാൻ നിർവാഹമില്ല. കറുത്ത ചാക്കിനുള്ളിൽ കയറ്റിയിരിക്കുന്ന ആളിനെ പിന്നെ എങ്ങനെ തിരിച്ചറിയണം? മുഖാവരണം മാറ്റാനും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല. ഈ ചേച്ചിയെ അന്വേഷിച്ച് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരിത് മാറ്റിയാലല്ലേ എന്തെങ്കിലും അവരാണെന്ന് വിശ്വസിച്ച് വർത്താനം പറയാൻ പറ്റുമോ? അവരാണെന്ന് ഉറപ്പ് വരുത്തണ്ടേ? അത് വേണ്ട. ഭർത്താവിനോട് സംസാരിച്ചാൽ മതി. ഇതാണ് ഏതാണ്ട് ഒരു മലപ്പുറത്തൊരു കോളേജിലെ കുട്ടികളുടെ ഫെയർവെല്ലിനെടുത്ത ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ കുറേ ആളുകൾ ഇരിപ്പുണ്ട്. ആർക്കും മുഖമില്ല. ആർക്കും മുഖമില്ല. കറുത്ത കുറേ എണ്ണം ഇരിക്കുന്നു. പിന്നെ എന്തിനാ ഫോട്ടോ എടുത്തത്? എനിക്കറിയില്ല ഇതൊക്കെ നടക്കുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 33% സംവരണമാണല്ലോ സ്ത്രീകൾക്ക്. സ്ത്രീകളെ നിർത്തിയിട്ട് അവരുടെ ഫോട്ടോ കൊടുത്ത് പ്രചരണം നടത്താൻ നിർവാഹമില്ല. ഭർത്താക്കന്മാരുടെ ഫോട്ടോ കൊടുക്കുന്നു. ഈ ഭോഷ്ക്ക് ഇവിടെ അല്ലാതെ പല സ്ഥലത്തും നടക്കുക. അതുകൊണ്ട് മാധവിലത ചെയ്തതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമല്ല, മറ്റേതെങ്കിലും കുറ്റമാണെന്ന് ഞാൻ കരുതും. പിന്നെ തെരഞ്ഞെടുപ്പാണ്, ബഹളം വെച്ചു, അയ്യോ എൻ്റെ ബുർഖ അഴിച്ചു, എൻ്റെ മുണ്ടഴിച്ചു എന്ന് പറയുന്ന പോലത്തെ പ്രാധാന്യത്തോടെയാണ് ചാനലുകളൊക്കെ അത് കൊടുത്തത്. ആളുകളുടെ ലജ്ജ എവിടെയാണെന്നുള്ളത് വ്യക്തിനിഷ്ഠം കൂടിയാണ്. പിന്നെ ആളുകളുടെ ലജ്ജ നെറുകന്തലേക്കല്ലേ ഇരിക്കുന്നത്. ഈ ഒരു സാമാന്യ വസ്ത്രം എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങളുടെ മുഖം പുറത്ത് കാണിക്കാൻ നിങ്ങൾക്ക് ലജ്ജയാണെങ്കിൽ അത് വലിയ പ്രയാസമാണ്. അങ്ങനെ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല. അതല്ല ഞങ്ങളുടെ മുഖവും മുടിയും ഒക്കെ കണ്ട് നിങ്ങൾക്ക് കാമവികാരം ഉണ്ടായാലോ? ഉണ്ടായാലും ഉണ്ടാകും. ഇതെന്തൊക്കെ കണ്ടാണ് ഇത് മുഖവും മുടിയും ഒന്നും കാണണമെന്നില്ല. ഈ ഒരു ഷേപ്പ് കണ്ടാൽ തന്നെ കാമവികാരം ഉണ്ടാകുന്ന പുരുഷന്മാരുണ്ട്. കണ്ടിട്ടില്ല അത്തരം ചരക്കുകളെ? ഒരു പത്തലിൽ സാരി ചുറ്റി കഴിഞ്ഞാൽ ഇവനെ അവിടെ പോയി നോക്കി നിൽക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവർ പുറത്തിറങ്ങുന്നില്ല. ഞാൻ പറയും, ഇരുമ്പ് കൊണ്ടൊരു സാധനം ഉണ്ടാക്കുക. എന്താ അതിൻ്റെ പേര്? ബുർഖ. ആ ഒരു സാധനം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് നടന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെ തിരിച്ചറിയാൻ വയ്യാത്ത, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ആളുകൾ തേരാപ്പാര നടക്കുക എന്ന് വരുമ്പോൾ അതിനകത്തൊരു സുരക്ഷാ പ്രശ്നമില്ലേ? സുരക്ഷാ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതൊരു ഡിസ്റ്റർബിങ് ബിഹേവിയറാണ്. ഐ ആം ഡിഫറൻറ്റ്, ഐ വിൽ നോട്ട് ഡിസ്ക്ലോസ് മൈ ഐഡൻറ്റിറ്റി. അത് റിലീജിയസ് MESൻ്റെ സ്കൂളിലും കോളേജിലും ഒന്നും ഇതില്ലല്ലോ.
മുസ്ലിങ്ങളുടെ അല്ലേ? എന്താ ഡോക്ടർ ഫസൽ ഗഫൂർ കുറഞ്ഞ മുസ്ലിമാണ്? ആണോ? അദ്ദേഹത്തിൻ്റെ കോളേജിലും സ്കൂളിലും സ്ട്രിക്റ്റ് ചട്ടമാണ്. അത് യൂണിഫോം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നിങ്ങളുടെ മക്കനെയാണ് മണ്ണാങ്കട്ടയാണ് ഇത് നടക്കില്ല അവിടെ. MESൻ്റെ സ്കൂളും കോളേജും ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഈ തലയെക്കെട്ടും താടിയുള്ളവരുടെ താല്പര്യം, അതിൽ കവിഞ്ഞിട്ട് താല്പര്യമുള്ള ആളുകളുടെ പേര് ഞാൻ പറയാം. മലയാള മാധ്യമങ്ങളിലെ ചാനൽ ആങ്കർമാർ. ഹൈദരാബാദിൽ ഇത് ഇത്ര വലിയ വാർത്തയൊന്നും ആയിട്ടുണ്ടാവില്ല. മലയാളത്തിൽ വാർത്തയാണ്. കാരണം അവർ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയാണ്. മോദി വരും, നിങ്ങളുടെ ബുർഖ പറിച്ചെടുക്കും, നിങ്ങളെ തുണിയില്ലാതെ നടത്തും. ഈ നരേറ്റീവ് ഇപ്പം മുതൽ തുടങ്ങുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും. അതുകൊണ്ടാണ് ബുർഖ എന്ന് കേട്ട് ഈ ബുർഖയിട്ട് ഇവരാരെങ്കിലും ടി വിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ടോ? നിഷ പുരുഷോത്തമൻ, സിന്ധു സൂര്യകുമാർ, മറ്റേ ഷാനി പ്രഭാകർ, ഇവരൊക്കെ ബുർഖയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ വരുമായിരിക്കും സോൾഡാരിറ്റി. വരട്ടെ അങ്ങനെ അവർ വരണം. അവരുടെ തനി നിറം അവർ പുറത്ത് കാണിക്കണം. ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ, വസ്ത്രം ധരിക്കാനുള്ള അവകാശം കൊണ്ട് ലംഘിക്കുമ്പോൾ ഞങ്ങൾ അവരോട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇരുമ്പ് കൊണ്ടുള്ളൊരു ബുർഖ ഇട്ടിട്ട് നിങ്ങൾ പ്രത്യക്ഷപ്പെടും ടി വിയിൽ. നിങ്ങളുടെ ടി വി എത്ര പേർക്ക് ഒരുപാട് വ്യൂവർഷിപ്പ് കൂടും കേട്ടോ. ഇരുമ്പ് കൊണ്ടുള്ള ബുർഖ ഇട്ടിട്ട് ഞാൻ സിന്ധു സൂര്യകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ഭീകരമായിട്ട് ലക്ഷങ്ങളുടെ വ്യൂവർഷിപ്പ് കൂടും. വ്യൂവർഷിപ്പും കൂടും, നിങ്ങൾക്ക് ഇസ്ലാമിനോടുള്ള ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ ചെയ്യാം. ഇതൊക്കെ അവസാനിക്കാൻ പോകുന്നതിൻ്റെ ആളിക്കത്തലാണ്. എവിടെ പോയി UPയിലെ ബുർഖക്കാരൊക്കെ? ഇവരിപ്പോൾ പറയുന്നത് എന്താ? ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയില്ല. സത്യമാണ്. ഇന്ത്യയിൽ BJPക്ക് ഏക മുസ്ലിം സ്ഥാനാർത്ഥി കോഴിക്കോട് അബ്ദുൽ സലാമാണ്, മലപ്പുറത്ത്. എന്നിട്ട് BJP പറയുന്നു അപ്കി ബാർ 400 പാർ. സോ യുവർ ബുർഖ ഈസ് നോട്ട് ബീയിങ് കൗണ്ടഡ്. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാധവിലത ആരോടെങ്കിലും ചോദിച്ചാണ്, ചേച്ചിയാണോ ഫാത്തിമ? അതേ, ഞാൻ അറിയാമേ, ഞാൻ നമ്പർ 4 ഇതിൽ മനസ്സിലായി. ശരി, ഇത് ചെയ്തതിന് എന്താ ഇത്ര വലിയ കാര്യം? തുണി അഴിച്ചോ പബ്ലിക്? എന്താ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടന്നു എന്നുള്ള മട്ടിലാണല്ലോ ഇവരുടെയൊക്കെ ബഹളം. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രത്തിൻ്റെ 1-ാം പേജിൽ 5 കോളം വാർത്തയാണ്. 10 കോളം ആക്കിക്കോ. കോളം എത്രയാണ് ടോട്ടൽ? 8 കോളം. 8 കോളം വാർത്തയാക്കിക്കോ. അവരുടെ ഉദ്ദേശം ഇതാണ്, കേരളത്തിലെ മുസ്ലിങ്ങളെ മോദിക്കെതിരെ നിർത്തുക. അല്ലാതെ ഹൈദരാബാദിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള പരിതാപമല്ല അവരുടെ പ്രശ്നം. കണ്ടിന്യൂസ്ലി മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തി നിർത്തുക. മാധവിലത നേരത്തെ സാങ്കല്പിക വില്ല് കുലച്ചു പള്ളിക്ക് നേരെ, കേട്ടില്ലായിരുന്നു? മാധവിലത ഒരുപാടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചതെന്താണെന്നറിയാമോ? അക്ബറുദ്ദീൻ ഒവൈസി ഉണ്ടല്ലോ, അസദുദ്ദീൻ ഒവൈസിയുടെ അനിയൻ അക്ബറുദ്ദീൻ ഒവൈസി, അയാളാണ് പറഞ്ഞത് 15 മിനിറ്റ് നേരം പോലീസിനെയും പട്ടാളത്തെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് പറഞ്ഞത് അയാളാണ്. നിങ്ങൾ 85% അല്ലേ ഉള്ളത്? 85%. ഞങ്ങൾ 15% അല്ലേ ഉള്ളൂ. 15 മിനിറ്റ് ഈ പോലീസിനെയും പട്ടാളത്തെയും മാറ്റി നിർത്തിയാൽ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിക്കുന്നത്. ഇങ്ങനെ പ്രസംഗിച്ച അക്ബറുദ്ദീൻ ഒവൈസി, ആ പ്രസംഗം ദൈവം സഹായിച്ചിട്ട് ഈ പ്രമുഖ പത്രമോ അവരോ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഏത് പ്രസംഗം എന്നൊക്കെ ചോദിക്കും. എല്ലാ വിവരവും ശേഖരിക്കുന്നവൻ ബിനു ബി ജോൺ, അയാളുടെ കയ്യിൽ പോലും ഈ പ്രസംഗം പോയിട്ടില്ല. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇവരുടെ ഈ നാസ്റ്റി കമ്മിറ്റ്മെൻറ്റ് ടു ഇസ്ലാമിക് ടെററിസം. ഈ മനുഷ്യൻ ഇപ്പം പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ഹിന്ദു സഹോദരന്മാർ ദുർബലരാണെന്ന് വിചാരിക്കരുത്. അവർ വീര്യമുള്ളവരാണ്. വീര ശിവാജി, റാണ പ്രതാപസിംഹൻ, ഗുരു നാനാക്ക്, അക്ബറുദ്ദീൻ ഒവൈസി, അവനെ കൊണ്ട് മാധവിലത പ്രസംഗിപ്പിച്ചു. പറടാ പേര്. ഇതുപോലെ ഒരു ദിവസം ഈ മലയാള മാധ്യമങ്ങളിലെ ഓരോ റിപ്പോർട്ടറുടെയും ഈ ചാനൽ ആങ്കർമാരെയൊക്കെ കൊണ്ട് പറയിപ്പിക്കും. ആരുടെ പേര്? വീരശിവാജിയുടെ പേര്, റാണ പ്രതാപസിംഹൻ്റെ പേര്, സാവർക്കറുടെ പേര്. കേരളത്തിൽ രാഷ്ട്രബുദ്ധിയുള്ള രാഷ്ട്രഭക്തിയുള്ള ജനങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം ഇവരും ഈ പേരുകൾ പറയും. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ EP ജയരാജൻ സംബന്ധിച്ചു. സാവർക്കർ വിപ്ലവകാരിയായിരുന്നു. സാവർക്കർ ആൻഡമാൻ ജയിലിൽ പോകുന്നത് വരെ എങ്കിലും വിപ്ലവകാരിയാണെന്ന് സമ്മതിച്ചു. ഇനിയിപ്പോൾ ബാക്കിയല്ലേ തർക്കമുള്ളൂ. സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ഹിസ് ലൈഫ് അംഗീകരിച്ച് കഴിഞ്ഞു.
ഇനി ബാക്കിയും കൂടെ അംഗീകരിക്കും. EP ജയരാജൻ അംഗീകരിക്കും, പുറകെ പിണറായി വിജയൻ അംഗീകരിക്കും. അംഗീകരിച്ചാൽ പിന്നെ ഇവർക്ക് നിലനിൽപ്പുണ്ടോ? ഇതിനിടയ്ക്ക് സുനിൽ പിള്ളയുടെ എങ്ങാനും കയറി അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ ഒന്നുകിൽ ഇവർക്ക് ചാനലിൽ നിന്ന് രാജിവെക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആവർത്തിക്കുക. ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലാതെയാകും. പാവങ്ങളാണ്, ജീവിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നു. ഡസൻ മാറ്റർ, ഓൾ മൈ സിമ്പത്തീസ് വിത്ത് ദം. ബട്ട് മാധവിലത ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. നിയമപരമായിട്ട് തെറ്റില്ല, ധാർമ്മികമായിട്ട് തെറ്റില്ല. അവർക്ക് പരിചയമില്ലാത്തൊരു സ്ത്രീ ആ FIR ഒക്കെ ഇടും. എന്തിൻ്റെ പേരിലാണ് FIR ഇടാൻ പറ്റും? നമ്മുടെ ഈ ടോക്കിൻ്റെ പേരിൽ FIR ഇടാം. ദാറ്റ്സ് എ ഫസ്റ്റ് ഇൻഫർമേഷൻ. അതിൻ്റെ പേരിൽ FIR ഇടുക. ഈ FIR ഇടുന്നത് ഒരു വാർത്തയാകാത്ത ഒരു കാലം വരും. എല്ലാവരുടെ പേരിലും FIR ഉണ്ടാകും. FIR റേഷൻ കാർഡ് പോലെയാകും, ഒരു ID കാർഡായിട്ട് മാറും. കാരണം നമ്മളൊരു സിം കാർഡ് എടുക്കാൻ പോകുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഇല്ല. ആധാർ ഇല്ല. പാൻ കാർഡ് ഇല്ല. ഇലക്ഷൻ കാർഡ് ഇല്ല. റേഷൻ കാർഡ് ഇല്ല. പോട്ടെ, ഒരു FIR എങ്കിലും ഉണ്ടോ? FIR ഉണ്ട്. FIR കൊടുത്തു കഴിയുമ്പോൾ അതിൽ അഡ്രസ്സ് ഉണ്ടാകില്ല, പ്രതിയുടെ മേൽവിലാസം. അത് മതി, അഡ്രസ് പ്രൂഫായി. ഇങ്ങനെ ഒരു ID കാർഡായിട്ട് FIR നാളെ മാറും. ആ രീതിയിലാണ് പിണറായി വിജയൻ്റെ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. ഞാൻ ആദ്യം എനിക്കൊരു FIR എൻ്റെ പേരിൽ വന്നു കഴിയുമ്പോൾ ഞാൻ രോമാഞ്ചം കൊണ്ടു. എലൈറ്റ് ക്ലബ്ബിൽ കയറിയ പോലെ. കാരണം വെള്ളാപ്പള്ളി നടേശൻ, കുമ്മൻ രാജശേഖരൻ ഇവരൊക്കെയാണ് FIRൻ്റെ ആൾക്കാർ. കൂട്ടത്തിൽ ആശു പോലെ ഇരിക്കുന്നത് എന്നെയും ചേർത്തല്ലോ. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് FIRോട് FIR. TG അറിഞ്ഞിരുന്നോ? നമ്മുടെ ജയശങ്കർ വക്കീലിനെതിരെയും ചിലപ്പോൾ ഒരു FIR വരും. ആണോ? വരട്ടെ. പുള്ളിയും ക്ലബ്ബിൽ സ്വാഗതം. നമ്മുടെ ABC-യിൽ അദ്ദേഹം നടത്തിയ ഒരു ടോക്ക് സംബന്ധിച്ചാണ്. ഒരു പരാതിയൊക്കെ കമ്മീഷൻ ഓഫീസിൽ ഇരിപ്പുണ്ട്. ABC-യിലെ ടോക്കിൽ നടത്തിയ പരാമർശം, സത്യത്തിൽ എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു പരാമർശം ഇങ്ങനെ തൊട്ടിങ്ങനെ പോയി. അതാണ് ഏതായാലും അദ്ദേഹം ഭ്രാന്താണ്. വക്കീലിപ്പോൾ റഷ്യയിലാണ്. അദ്ദേഹം വിസിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഇനി അടുത്ത. വക്കീൽ റഷ്യയിലേക്ക് കടന്നത് മറ്റാണോ? അതുവരെ പറഞ്ഞിട്ടില്ല, അറിഞ്ഞില്ല. പഴയ പുള്ളിക്ക് അവിടെ കണക്ഷനൊക്കെ ഉണ്ടാകും. ഗോർബച്ചേവ്, ഷഡനോ, മലങ്കോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുമായിട്ടൊക്കെ പുള്ളിക്ക് അടുപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും അദ്ദേഹം പറഞ്ഞു, ഞാൻ റഷ്യയിലാണ്, ഒളിച്ചോടിയിട്ടൊന്നുമില്ല, ഇവിടെയുണ്ട്, 10 ദിവസം കഴിഞ്ഞ് ഒളിക്കാതെ ഓടിയതാണ്. 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വന്നാൽ അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കൽത്തുറുങ്കിലടയ്ക്കും. അച്യുതാനന്ദൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കൽത്തുറുങ്ക്. നമുക്കതൊന്ന് കാത്തിരിക്കാം. അപ്പോൾ FIR രേഖയാവുന്ന ഈ അസംബന്ധ നാടകങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു. ഈ ബുർക്ക, മറ്റേ മുഖവസ്ത്രം മാറ്റി നോക്കി. വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് ദാറ്റ്? യു ഹാവ് ടു ഷോ ഇറ്റ്, യുവർ ഫേസ് യു ഹാവ് ടു ഷോ ഇറ്റ്, നോട്ട് ഓൺലി ടു ദ പാസ്പോർട്ട് അതോറിറ്റി, ടു ദ ഓർഡിനറി പബ്ലിക്. നിങ്ങളൊരു ആൾമാറാട്ടക്കാരനല്ലെങ്കിൽ നിങ്ങളുടെ മുഖം പുറത്ത് കാണിക്കണം. തീർച്ചയായും. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, അതൊരു സെക്യൂരിറ്റി റീസൺ കൂടി ഇല്ലേ എന്ന്. കാരണം ഇപ്പോൾ ചില ആണുങ്ങളെ പിടിച്ചിട്ടുണ്ട് ഈ ബുർക്കയ്ക്കകത്തുനിന്ന്. ഉണ്ട്. പണ്ട് മലയാള സിനിമയിൽ സ്ഥിരം പിടിക്കുമായിരുന്നു. മലയാള സിനിമയിൽ ഈ ഇവൻ ബുർക്കയൊക്കെ ഇട്ട് നടന്നു പോകുമ്പോൾ അടൂർഭാഷയാണ് മിക്കവാറും ഇതുങ്ങളെ പിടിക്കുന്നത്. പിടിച്ച് ആ മുട്ടുകാല് കൊണ്ട് അടിവയറ്റിന് ഊറ്റ് താങ്ങിക്കഴിയുമ്പോൾ ഇവനിതെല്ലാം കൂടെ പോയി എൻ്റെ പോനെ ചേട്ടാ തല്ലല്ലേ എന്നാണ് കയറാൻ വേണ്ടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന സീൻ ഒരുപാടുണ്ട്. പണ്ട് ഈ ബുർക്ക ആൾമാറാട്ടം നടത്താനുള്ളൊരു സാധനമായിരുന്നു മലയാള സിനിമകളിൽ. സിനിമ എപ്പോഴും ജീവിതത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. മലയാള സിനിമകളിൽ ബുർഖ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആൾമാറാട്ടത്തിന്. സമീപകാലത്തും പണ്ടുകാലത്തല്ല ചില സ്ത്രീകളുടെ ഹോസ്റ്റലിൽ കാമുകൻ കയറി പറ്റാനൊക്കെ ബുർഖ. അതെ, എനിക്ക് തോന്നുന്നു ദിലീപോ ജയറാമോ ഒക്കെ കന്യാസ്ത്രീയുടെ വേഷത്തിലോ വേറെ എന്തോ വേഷത്തിലോ ഒക്കെ കയറുന്നത്. അത് ഈ മുഖം മൂടിയുള്ള പരിപാടിക്ക് ഇതിൻ്റെ ഒരു ആൾമാറാട്ടത്തിൻ്റെ ഒരു അടയാളമാണുള്ളത്. അല്ല, മുഖം തന്നെയാണ് മനുഷ്യൻ്റെ അടയാളം. ബി സീരിയസ്. ഞാൻ പറഞ്ഞില്ലേ MESൻ്റെ ഉദാഹരണം. വാട്ട് ഈസ് ഹാപ്പനിങ്? ദാറ്റ് ഈസ് ഓൾസോ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി. ദാറ്റ് മാൻ ഈസ് അങ്ങനെ അൺകോംപ്രമൈസ്. ഇപ്പോൾ എൻ്റെ കോളേജുകളിൽ ഈ പരിപാടി നടക്കില്ല. MESൻ്റെ കോളേജിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ടെലിവിഷനിൽ പറഞ്ഞത് ഞാൻ കേട്ടത്. എന്ത് ചെയ്തു? അതെന്താ ഇവർ കവർ ചെയ്യാത്തത്? അല്ല, ഈ കേരളത്തിലെ കർണാടകത്തിലെ ഹിജാബ് എന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നില്ല. കേരളത്തിൽ ഹിജാബ് പാടില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ അയാൾ ജീവനോടെ ഇരിക്കുന്നു. ഈസ് എ ന്യൂറോളജിസ്റ്റ്. തെക്കോടൊക്കെ നടക്കുന്നു, പ്രസംഗിക്കുന്നു, TV-യിൽ വരുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഇവർ തന്നെ അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിക്കും, പക്ഷേ ഇത് ചോദിക്കില്ല.
ആ ഏരിയ തൊടണ്ട. ഏതായാലും മാധവി ലത കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല. ഒരു കുഴപ്പവും ചെയ്തില്ല. അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യെസ്, ഐ സ്റ്റാൻഡ് ഗ്യാരണ്ടി ഫോർ ദാറ്റ് ലേഡി. ഗ്രേറ്റ് ലേഡി. ജയിക്കുമോ? ഐ ഡോണ്ട് നോ. തെരഞ്ഞെടുപ്പിൻ്റെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, അൺപ്രഡിക്റ്റബിൾ ആണ് ഇന്ത്യൻ വോട്ട്. പക്ഷേ ഹൈദരാബാദ് പോലെ ഒരു സ്ഥലത്ത് ഒവൈസി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ എത്രയോ കാലമായിട്ട് അദ്ദേഹം അവിടെ മത്സരിക്കുകയാണ്. അവിടെ മത്സരിക്കുന്ന അവിടെ സംഭവിച്ച വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. അക്ബറുദ്ദീൻ ഒവൈസിയുടെ 2 പ്രസംഗങ്ങൾ, പണ്ട് പ്രസംഗിച്ചതും ഇപ്പോൾ പ്രസംഗിച്ചതും. അല്ല, അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നെഗ്ലിജിബിളാണ് കമ്പാരിറ്റീവ്ലി. അവർ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഫിഗറായിട്ട് മാറി. ദാറ്റ് ഇസ് ബിക്കോസ് ഹി ഈസ് ഷേക്കിംഗ് ദാറ്റ് ചാർമിനാർ പിടിച്ച് കുലുക്കാനുള്ള ശക്തി ആ സ്ത്രീക്കുണ്ട്. അത് വോട്ടായിട്ട് മാറുമോ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.